ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഗ്ലാസ് ബീഡ്സിന്റെ കിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ബീഡ്സിന്റെ ഏതൊക്കെ ഷേപ്പിലുള്ള ബീഡ്സുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഫ്ലവറിന്റെ ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത്. ഇത് ഒരുപാട് മൂവ്മെന്റ് ഉള്ള ഒരു ബീഡ്സ് ആണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഈ കിറ്റില് ഗ്ലാസ് ബീഡ്സ് പല ടൈപ്പുള്ള ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത്. ഇത് ഫ്ലവർ ഷേപ്പുള്ള ഗ്ലാസ് ബീഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും. നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ് ഈ വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഓവൽ ഷേപ്പുള്ള ഇതുണ്ടോ, ഈ ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത്. ഇതും വളരെ നല്ലതാണ്. നമുക്ക് ഹെയർ ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാനും അതുപോലെ മാല ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സുമാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് അത് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് വരുന്നത് ഗ്ലാസ് ബീഡ്സിന്റെ തന്നെ ഹാർട്ട് ഷേപ്പുള്ള ബീഡ്സ് ആണ് വരുന്നത്. ഇതും വളരെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ് വരുന്നത്. ഇത് വളരെ നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് അതേപോലെ തന്നെ സ്റ്റാറിന്റെ ആണ്. എല്ലാം ഗ്ലാസ് ബീഡ്സ് ആണ്. ഇതുണ്ടെന്നാണ് അതിന്റെ നടുക്കായിട്ട് വേറെ ഒരു കളറ് ചേരുന്നതുകൊണ്ടും ഗ്ലാസ് ഉള്ളത് കൊണ്ടും വളരെ ഷൈനിങ് ആയിട്ടുള്ള നല്ല ഒരു ബീഡ്സ് ആണിത്. ഇതുകൊണ്ട് നമുക്ക് മാല ചെയ്തെടുത്താലും ഹെയർ ബാൻഡ് ചെയ്താലും ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബീഡ്സുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ബീഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കിട്ടാതെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് ബീഡ്സുകളുടെ ഒക്കെ ഒരു കിറ്റ് ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കിയത് തന്നെ. പിന്നെ അടുത്തായിട്ട് വരുന്നത് ക്യാൻഡിയാണ്. ക്യാൻഡിയുടെ ബീഡ്സ് ആണ് വരുന്നത്. ഇത് ഒരുപാട് മൂവ്മെന്റ് ഉള്ള ഒരു ബീഡ്സ് ആണ് ഇത്. ക്യാൻഡിയുടെ ബീഡ്സ് ഒത്തിരി പേര് ചോദിച്ചിങ്ങോട്ട് വരുന്ന ബീഡ്സ് ആണിത്. അപ്പോൾ ഈ ഒരു ക്യാൻഡി ബീഡ്സും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ബട്ടർഫ്ലൈയുടെ പല മൾട്ടി കളർ ബീഡ്സ് ആണ് വരുന്നത്. ഇതും വളരെ നല്ല ബീഡ്സ് ആണ്. ഇതിന്റെ സെയിം തന്നെ ഒറ്റ കളറുള്ള ബീഡ്സ് ഉണ്ട്. ഈ ഒരു കളറാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയും ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ അത് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു തരാം. നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ് വരുന്നത്. ഇത് രണ്ടും അതിന്റെ നടുക്കായിട്ട് വരുന്നത് സെയിം കളറാണ്, ഏകദേശം സെയിം കളറാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഇത് ഗ്ലാസിന്റെ അതേ ഒരു മോഡലാണ് വരുന്നത്. പക്ഷെ ഇതേ കളർ തന്നെ ഗ്ലാസിന്റെ മോഡലാണ് വരുന്നത്. ഇത് രണ്ടും നല്ല രസമുണ്ട് കാണാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും കൊണ്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒരു ഹെയർ ബാൻഡ് ആണെങ്കിലും ഒരു മാലയാണെങ്കിലും ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡ്സ് തന്നെയാണ് ഇത്. ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പ് ബട്ടർഫ്ലൈയുടെ ബീഡ്സ് ആണ് വരുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ല അടിപൊളി ബീഡ്സ് ആണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ്. ഇത് റൗണ്ട് ബീഡ്സ് ആണ് വരുന്നത്. ഇതും വളരെ നല്ലതാണ്. ഗ്രീൻ കളറാണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഇതേ സെയിം തന്നെ വേറൊരു കളറാണ് വരുന്നത്. ഇതും വളരെ നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു വൈറ്റിന്റെ ചെറിയ ബീഡ്സ് ആണ് വരുന്നത്. ഈ ഒരു ബീഡ്സ് ഈ ഒരു കൂട്ടത്തിൽ വെച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിക്കാറുള്ളതാണ്, നമ്മൾ ഈ ഒരു ഇത് തന്നെ ഇടുമ്പോൾ ഇതിന്റെ അത് ഗ്യാപ്പ് വരും. അത് ഞാനിപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡിലാണല്ലോ നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഹെയർ ബാൻഡിന്റെ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഇലാസ്റ്റിക് വെയറിലൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ സംഭവം വരും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചതിന്റെ കാരണം എന്ന് വെച്ചത്, ഇതുപോലത്തെ ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ
നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു നടുവിലായിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാണ് കാണാൻ. കണ്ടോ, അത് എടുത്ത് കാണിക്കും. ബീഡ്സ് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും. കണ്ടോ, ഇത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതും വളരെ നല്ലതാണ്. ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ഒരു മേക്കിംഗ് വീഡിയോ ഇട്ടിരുന്നു. ഇതെല്ലാം പിന്നെ ലെറ്റർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കാണാത്തവരുണ്ട്, പോയി കാണുക. കണ്ടു, ഇത് ഞാൻ പറഞ്ഞത് ഇതുപോലെ നമുക്ക് നടുവിലായിട്ട് ഈ ഒരു ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കണ്ട ഹെയർ ബാൻഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്, കാണാൻ നല്ലതാണ്. പക്ഷെ ഇത് നമ്മൾ ഇത് തന്നെയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത്ര നല്ല രീതിയിൽ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ബീഡ്സ് കുഴപ്പമില്ല. ചിലപ്പം ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഇടുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ കുഞ്ഞു ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ബട്ടർഫ്ലൈയുടെ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പൊ പല ടൈപ്പുള്ള ബീഡ്സുകളാണല്ലോ നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഒരു ചെറിയ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, വൈറ്റിന്റെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കും. കണ്ടോ, നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹെയർ ബാൻഡിൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് മാറ്റിട്ട് ഇത് തന്നെ ഇടുവാണെങ്കിൽ ചെറിയ സ്പേസ് അവിടെ കണ്ടോ കാണിക്കും. അത് തന്നെ എല്ലാം നല്ലൊരു ഇത് വരുത്തില്ല, എന്തോ ഒരു ഭംഗിയായിട്ട് കാണാൻ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് ബീഡ്സിന്റെ കൂട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ബീഡ്സ് വെക്കാൻ കാര്യം തന്നെ. ഇപ്പം ഗ്ലാസ് ബീഡ്സിന്റെ തന്നെയായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ കിറ്റ് വാങ്ങിക്കുന്നവർക്ക് അത് നഷ്ടം എന്ന് വെച്ചാൽ ഒരു നല്ല ഭംഗിയായിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പൊ അതുപോലെ ഇതുപോലെ വൈറ്റിന്റെ ഒരു ബീഡ്സും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനും പറ്റും. കൂടാതെ നമുക്ക് ആ ഒരു ബീഡ്സ് വെച്ച് തന്നെ ചെയ്തെടുക്കാനും ഉള്ളത് കിട്ടും. അപ്പോൾ ഇത്ര ഗ്ലാസ് ബീഡ്സ് ഇത്രയാണ് വരുന്നത്. പിന്നെ വരുന്നത് വൈറ്റിന്റെ ഈ ഒരു ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എൻഡ് ബീഡ്സ് ആണ്. ഈ എൻഡ് ബീഡ്സും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബീഡ്സ് വരുന്നത്. പിന്നെ വരുന്നത് 10 ഹെയർ ബാൻഡ് ആണ്. അത് വയർ ബോയ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ, തുടക്കക്കാരായി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ബീഡ്സ് വെച്ചിട്ട് നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത് തന്നെ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ 10 ഹെയർ ബാൻഡും 10 കൂടുതൽ ബീഡ്സ്, ഈ ഒരു 10 ഹെയർ ബാൻഡ് ചെയ്യാനല്ല, അതിൽ കൂടുതൽ ബീഡ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് 10 ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പിന്നെ ബീഡ്സ്, അതായത് ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ട് നല്ലൊരു ഹെയർ ബാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ തുടക്കം കുറിക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്ന ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്ലൂ ആണ്. ഗ്ലൂ ആവശ്യമുള്ളവർക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗ്ലൂ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്ലൂവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് ബീഡ്സ് ഒക്കെ ഒട്ടിക്കാൻ ഗ്ലൂ അത്യാവശ്യമാണ്. അപ്പോൾ ഗ്ലൂവും കൂടെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് ഈ കിറ്റിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞാൽ മതി. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്ലൂവിന്റെ എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ബിസിനസ്, ഒത്തിരി പേര് ഇപ്പം പുതിയതായിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി വരുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു കിറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും 275 രൂപ മാത്രമാണ്. ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ 10 ഹെയർ ബാൻഡ് ചെയ്ത് അതിൽ കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നമ്മള് വെറുതെ വീട്ടിലിരിക്കുന്ന അമ്മമാർ, കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിലും അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിലും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇത് ഹെയർ ബാൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങൾക്കും വളരെ സന്തോഷമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഹെയർ ബാൻഡ് പുറത്തുനിന്ന് വലിയ വലിയ വിലകൾ കൊടുത്ത് വാങ്ങിക്കാതെ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. കുറച്ച് സമയം, നമുക്ക് എന്താണേലും കുറച്ച് സമയം കിട്ടും. ആ സമയത്തിനുള്ളിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇതുപോലത്തെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മാല ചെയ്യാനും സാധിക്കും. അതിന്റെ ഇലാസ്റ്റിക് വയർ ഒന്ന് വാങ്ങിച്ചാൽ മാത്രം മതി. നമുക്ക് ഇതുപോലെ
മാല ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടെക്കിന്റെ ഇത് ഇലാസ്റ്റിക് വയറാണ്. ഇതുകൊണ്ട് ഇത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മാല ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല. അതാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതുപോലത്തെ വയറും വേണമെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വയറും ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ അതുപോലെ ഗ്ലൂവും ഒക്കെ ഈ ഒരു കിറ്റിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല. നമ്മൾ ഏത് സാധനം എടുക്കുന്നോ അതിന്റെ വില മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കിറ്റ്. ഈ ഒരു കിറ്റ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ്, അതായത് കിറ്റൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ എന്താണെന്ന്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഏത് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കിറ്റാണ് ആവശ്യമുള്ളതെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ കിറ്റിന്റെ ഒരു ഗ്ലൂവും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണെന്ന്. പക്ഷെ അത് നല്ലൊരു കമന്റ് ആണ്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത് നല്ലൊരു കാര്യമാണ്. ഇതിനു മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. കാരണം നേരത്തെ അവർ 110 ml ഗ്ലൂ ഒക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് കാണും. അപ്പൊ പിന്നെയും നമ്മൾ ഗ്ലൂ ആഡ് ചെയ്ത് കിറ്റ് ആക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതലും ഗ്ലൂ അപ്ലൈ ചെയ്യാതെ, അതായത് ഗ്ലൂ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാതെ ബീഡ്സും ഹെയർ ബാൻഡും മാത്രമായിട്ട് കിറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഗ്ലൂവും കൂടെ ചേർത്തിട്ട് ഒരു കിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായം, അതായത് നമ്മുടെ ഒരു കമന്റ് കിട്ടിയത് കൊണ്ട് ആ ഒരു കമന്റിനെ മാനിച്ചുകൊണ്ട് നമ്മളൊരു കിറ്റ്, അതായത് ഗ്ലൂ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കിറ്റാണ് ആവശ്യമുള്ളതെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. അതിനുശേഷം നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് അതേപോലെ തന്നെ ഞാൻ കിറ്റൊക്കെ തയ്യാറാക്കി ഇടാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ അനുസരിച്ചാണ് നമുക്ക് കിറ്റുകളൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ കിറ്റുകളൊക്കെ ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കിറ്റുകളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് കിറ്റാണോ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും മറന്നു പോകുന്നുണ്ട്. അപ്പൊ അവർക്കായിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്, അതൊക്കെ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോകല്. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.